ഗ്രാമർ ചർച്ചാവേദിയുടെ പുതിയ എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോപാലകൃഷ്ണൻ തെക്കേപ്പാട്ട്. പല പാരൻസിനും സമയം ലഭിച്ചാൽ പോലും തങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷിലുള്ള ചെറിയ സംശയങ്ങൾ പോലും പരിഹരിക്കാൻ അവർ കഴിയാതിരിക്കുന്നത് പലപ്പോഴും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരം പാരൻസിനെ കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ദയവായി ഫോളോ ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പിന്നീട് റെഫർ ചെയ്യാൻ എളുപ്പമാകുമല്ലോ. കൂടുതൽ ആളുകളിലേക്ക് ഈ ചർച്ചാവേദി എത്തിക്കാനായി പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും മാർഗനിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റിൽ നൽകുക. ഫോളോ ചെയ്യാൻ മറക്കരുതേ. ഇനി നോൺ ഫൈനൈറ്റ് വെർബിലെ രണ്ടാമത്തെ വിഭാഗമാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ് പാർട്ടിസിപ്പിൾ 3 ഉണ്ടെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഒന്നേ ഉള്ളൂ. അതാണ് V3 ഫോം. നമ്മൾ വെർബിന്റെ മറ്റ് 2 ഫോമിനോടൊപ്പവും ബൈഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ കാണാതെ പഠിച്ചു പോകുന്ന 3ാമത്തെ ഫോമാണ് V3 ഫോം എന്ന് പറയുന്നത്. ഗോ V1, വെന്റ് V2, gone V3, write V1, wrote V2, V3 ഏതാണ്? റിട്ടൺ, forgotten, looked എന്നിങ്ങനെ വരുന്ന ഫോമുകളാണ് നമ്മൾ പറയുന്ന V3 ഫോം. അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ 3, പാസ്റ്റ് പാർട്ടിസിപ്പിൾ 1. ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് നമ്മുടെ ചോദ്യത്തിൽ ആധാരമായിട്ടുള്ളത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഒന്നാമതായിട്ട് യൂസ് ചെയ്യുന്നത് ഹാസ്, ഹാവ്, ഹാഡ് എന്നിവ ചേർത്ത് ഉപയോഗിക്കുന്ന പെർഫെക്റ്റ് ടെൻസുകളിലാണ് V3 യൂസ് ചെയ്യുന്നത്. ഐ ഹാവ് റിട്ടൺ, ഹി ഹാസ് റിട്ടൺ, ഹി ഹാഡ് റിട്ടൺ. ഹാഡ് പ്ലസ് V3 അല്ലെങ്കിൽ ഹാസ് പ്ലസ് V3, ഹാവ് പ്ലസ് V3. അപ്പോൾ ഒന്നാമത് പെർഫെക്റ്റ് ടെൻസിനോടൊപ്പം നിർബന്ധമായിട്ടും V3 ഫോമേ ഉപയോഗിക്കാൻ പറ്റൂ. ഇനി രണ്ടാമത് പാസീവ് വോയിസുകളിൽ സാധാരണ നമ്മൾ V3 ഫോമാണ് യൂസ് ചെയ്യുക. പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ അറിയാം, സെന്റൻസ് 2 തരത്തിലുള്ള വോയിസിലാണ് നമ്മൾ എഴുതാറുള്ളത്. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ഒട്ടാണ് എഴുതാറുള്ളത്. ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റ് ആക്റ്റീവ് ആയതുകൊണ്ട് നമ്മളിതിൽ ആക്റ്റീവ് വോയിസ് എന്ന് വിളിക്കുന്നു. പാസീവ് വോയിസിൽ സബ്ജക്റ്റ് പാസീവ് ആയതുകൊണ്ട് അതിന് പാസീവ് വോയിസ് വിളിക്കുന്നു. അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു ചർച്ച ചെയ്യാം. അപ്പൊ ഈ പാസീവ് വോയിസിൽ ക്രിയ അല്ലെങ്കിൽ വേർബ് എപ്പോഴും V3 അല്ലെങ്കിൽ V3 ഫോമിലായിരിക്കും. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും ഉപയോഗിക്കുക. അതായത് ഓബ്ജക്ട് പ്ലസ് ഓക്സിലറി വേർബ് ഉണ്ടെങ്കിൽ അത് പ്ലസ് ബിയുടെ ഫോം മസ്റ്റ് ആണ്. ബിയുടെ ഫോംസ് എന്ന് പറയുമ്പോൾ ബിയുടെ ഫോം ഈസ്, ആം, ആർ, വാസ്, വേർ, ബി, ബീൻ, ബീയിങ് ഇങ്ങനെയുള്ള ഫോംസ് ഏതെങ്കിലും ഒന്ന് മസ്റ്റ് ആണ്. പിന്നെയാണ് അതിനോടൊപ്പം V3 ഫോം ഓഫ് വേർബ് ഈസ് ആൾസോ എ മസ്റ്റ്. അത് നിർബന്ധമാണ്. മൂന്നാമത് എന്തിനു ഉപയോഗിക്കുന്നു? പലപ്പോഴും ചില വെർബുമായിട്ട് ബന്ധപ്പെട്ട ചില ക്രിയാനാമം അല്ലെങ്കിൽ നൗൺ ഫോംസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അഡ്ജക്റ്റീവ്സ് ആയിട്ട് ഇവ ഉപയോഗിക്കും. പൊട്ടുക എന്നുള്ളത് വെർബാണ്. ബ്രേക്ക്, പൊട്ടുക. പൊട്ടിയ ജനൽ, ബ്രേക്ക് വിൻഡോ, ബ്രോക്കൺ വിൻഡോ. ഫാളൻ ലീഫ്, വീണ ഇല. വീഴുക എന്നുള്ള വെർബാണ്, അതിൽ നിന്നുണ്ടായ ഒരു അഡ്ജക്റ്റീവാണ് വീണ ഇല. ക്ലിയർ ആണല്ലോ. നീറ്റ്ലി റിട്ടൺ പേപ്പർ, ഭംഗിയായി എഴുതപ്പെട്ട പേപ്പർ. നീറ്റ്ലി റിട്ടൺ പേപ്പർ. അപ്പോൾ ബ്രോക്കൺ ടോയ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ V3 പ്ലസ് ഒരു നൗൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എന്തുണ്ടാക്കാം? ആ നൗണിന്റെ കൃത്യമായ ഒരു അഡ്ജക്റ്റീവ് നമുക്ക് കിട്ടും. അപ്പോൾ അഡ്ജക്റ്റീവ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. നാലാമത്തത് പാർട്ടിസിപ്പൽ ഫ്രേസുകൾ ഉപയോഗിക്കുന്ന, അതും V3 ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കൺഫ്യൂസ്ഡ് ബൈ ദ ക്വസ്റ്റ്യൻ, ഹി കെപ്റ്റ് സൈലന്റ്. കൺഫ്യൂസ്ഡ് ബൈ ദ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യനാൽ കൺഫ്യൂസ് ചെയ്യപ്പെട്ട് ഹി കെപ്റ്റ് സൈലന്റ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കൺഫ്യൂസ്ഡ് ബൈ ദ ക്വസ്റ്റ്യൻ, പ്രസന്റ് ആയിക്കോട്ടെ, പാസ്റ്റ് ആയിക്കോട്ടെ, ഫ്യൂച്ചർ ആയിക്കോട്ടെ, ടെൻസ് അവിടെ ബാധകമല്ല. നമ്പർ സിംഗുലറോ പ്ലൂറലോ എന്നുള്ള ബാധകമല്ല.
മറിച്ച് കൺഫ്യൂസ്ഡ് എന്നുള്ള V3 നമ്മൾ ഉപയോഗിക്കുന്നു. V3 ഉപയോഗിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? ആ ഫ്രേസിന്റെ ബാക്കി ഭാഗങ്ങൾ എഴുതുന്നു. കൺഫ്യൂസ്ഡ് ബൈ ദ ക്വസ്റ്റ്യൻ ഹി കെപ്റ്റ് സൈലന്റ്. സെന്റൻസ് പാസ്റ്റ് ടെൻസിലാണ്. അപ്പൊ ടെൻസ് നമ്പറും ഇതിന് ബാധകമല്ല. അപ്പോൾ V3 ഫോം ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നു. V3 എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിക്കുന്നു. അപ്പൊ നമുക്ക് ഒന്നുകൂടി പറയാം ഈ 4 ഫോമുകൾ ഏതൊക്കെയാണ്. ഒന്ന്, പെർഫെക്റ്റ് ടെൻസുകൾ ഉപയോഗിക്കുന്നു. ഹാസ്, ഹാവ്, ഹാഡ് എന്നിവയ്ക്ക് ശേഷം V3 ഫോം ഉപയോഗിക്കുന്നു. 2, പാസീവ് വോയിസിൽ V3 ഫോം വേണം, നിർബന്ധമാണ്. ബിയുടെ ഫോമിന് ശേഷം മസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു V3 ഫോം. ഇപ്പോൾ രണ്ടാമത് പാസീവ് വോയിസിൽ നമ്മൾ ഉപയോഗിക്കുന്നു. മൂന്നാമത് അഡ്ജക്റ്റീവ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. നാലാമത് പാർട്ടിസിപ്പിൾ ഫ്രേസുകളിൽ വെർബിന്റെ സ്ഥാനത്ത് നമ്മളൊരു നോൺ ഫൈനൈറ്റ് വെർബ് ആയിട്ടുള്ള പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യുന്നു. ഇതാണ് 4 യൂസേജസ്. ഈ 4 യൂസേജസ് ആണ് പ്രധാനമായിട്ടും ഇംഗ്ലീഷിൽ V3 ഫോം കൊണ്ട്, അല്ലെങ്കിൽ നോൺ ഫൈനൈറ്റ് വെർബിലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന വിഭാഗത്തിലെ V3 ഫോം കൊണ്ട് ഈ 3 പ്രയോജനങ്ങളാണ് ഉള്ളത്, അല്ലെങ്കിൽ 3 ഉപയോഗങ്ങളാണ് ഉള്ളത്. ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മൾ വേർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ വേർഡ്സ് എന്നാണ് പറയാറുള്ളത്. ആക്ഷൻ വേർഡ്സ് എല്ലാം വെർബാണ്. ബട്ട് ആക്ഷൻ വേർഡ്സ് മാത്രമാണോ വെർബുകൾ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം. നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് ഇക്കാര്യം ചർച്ച ചെയ്യാം. അതുവരേക്ക്